നമ്മുടെ നെവീനും അക്ബറും അതേപോലെ ആര്യനുമാണല്ലോ ഈ വട്ടത്തെ ക്യാപ്റ്റന്മാർ. അതുപോലെ തന്നെ കിച്ചൺ ക്യാപ്റ്റന്മാരും കൂടെയാണ് അവർ. കിച്ചൺ ഫുള്ള് കൈയേറിയിരിക്കുകയാണ്. അവർ കിച്ചണിൽ നിന്നാലല്ലേ അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് നടക്കത്തുള്ളൂ, അവരുടെ ഫുഡും കാര്യങ്ങളും ഒക്കെ. അപ്പം എപ്പോഴും ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് 24 hours കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അക്ബർ. എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് സൈഡിൽ കൂടെ ആര്യനും തട്ടുന്നുണ്ട്. പിന്നെ നെവിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ട, അത് ഇവരുടെ കൂടെ ഇരിക്കുമ്പോഴും കഴിക്കും, കട്ടും മോഷ്ടിച്ചും എല്ലാം കഴിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ അവർ ചപ്പാത്തി ഡിന്നറിന് വേണ്ടിയിട്ട് ചപ്പാത്തിയും എന്തോ കറി ഉള്ളിക്കറി എന്തോ ഉണ്ടാക്കുവാണ്. അപ്പം എല്ലാവർക്കും ഈ 2 ചപ്പാത്തി എന്ന കണക്കിലാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ആ ഷാനവാസിന് മാത്രം ഫുഡ് കഴിക്കേണ്ടതുകൊണ്ട് 3 ചപ്പാത്തി എന്നും പറഞ്ഞിട്ടുണ്ട്. ഇവർ എന്നിട്ട് എക്സ്ട്രാ ഒരു 4-5 ചപ്പാത്തി മാറ്റി വെക്കുന്നതിനെക്കുറിച്ച് പ്ലാൻ ഇടുവാണ്. അപ്പോൾ നമ്മുടെ നെവിൻ ചോദിക്കുന്നുണ്ട് 4 എണ്ണം മതിയോ, കുറച്ചും കൂടെ ആയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അക്ബർ എടുത്ത് പറയുന്നുണ്ട്, എടാ നമ്മുടെ നോർമൽ നമ്മൾ കഴിക്കുന്ന ചപ്പാത്തി 2 വെച്ചിട്ട് 6 ചപ്പാത്തി പ്ലസ് അതിൻ്റെ കൂടെയാണ് നമ്മൾ 4 എണ്ണം മാറ്റാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് നെവിൻ ആ 4 ചപ്പാത്തി എടുത്തിട്ട് ഒരു പ്ലേറ്റിലാക്കി അടച്ച് നമ്മുടെ ആ ഒരു കബോർഡിനകത്ത് ഉള്ളിലാക്കി വെച്ചിരിക്കുകയാണ്. ഇവരെ 3 പേരെ ശരിക്കുള്ള വിചാരം എന്താ, അവർ ക്യാപ്റ്റന്മാരായതുകൊണ്ടും ഇവർ ബിഗ് ബോസിൻ്റെ ഹൗസിൽ അവരുടെ മോഹൻലാലും അതേപോലെ ബിഗ് ബോസും സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് എന്തും കാണിക്കാം എന്നൊരു വിചാരം ഇവർക്കുണ്ടോ ശരിക്കും? ഇവർ അങ്ങനത്തെ ഒരു ചിന്തയാണോ, ഇവർ കാണിക്കുന്നതൊന്നും ആരും കാണുന്നില്ല എന്നൊരു തിങ്കിങ് ആണോ ഇവർക്കുള്ളതെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇങ്ങനെ പറയാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള നല്ല ധൈര്യം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിട്ടാണ് ഇവർ ഈ വട്ടം. കാരണം ആരും അത് തിരിച്ച് പറയുന്നില്ല. ഇവൻ ആദില, നൂറ, ഷാനവാസ്, അനു എല്ലാവരോടും ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ തീർക്കാവുന്ന കാര്യമുള്ളൂ. അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് കൊണ്ട് അവരത് നിൽക്കുന്നില്ല. എന്തായാലും ക്യാപ്റ്റന്മാരത് നല്ല രീതിയിൽ മുതലാക്കുന്നുണ്ട്. എന്തായാലും വീക്കെൻഡിൽ വന്നിട്ട് ലാലേട്ടൻ ഇതിനെക്കുറിച്ച് ചോദിക്കുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. എന്തായാലും ലാലേട്ടൻ പറയും, ബാക്കിയുള്ളവർ ഫുഡ് കഴിക്കുന്നില്ലേ, അതുകൊണ്ട് അത് നൈസായിട്ട് ഇതങ്ങ് തട്ടിക്കളയും, നിങ്ങളല്ലെങ്കിൽ നോക്കിക്കോ. പക്ഷേ ഇവരിങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കാരണം എല്ലാവർക്കും കൂടെ അവകാശപ്പെട്ട റേഷൻ അത് എടുത്ത് മാറ്റി വെക്കുക. അതും 4-5 ചപ്പാത്തിയാണ് എക്സ്ട്രാ ആയിട്ട് മാറ്റി വെക്കുന്നത്. പക്ഷേ മറ്റുള്ളവർക്കൊന്നും ചെയ്യാനൊരു അവകാശവും കൊടുക്കുന്നില്ല. ഇത്രയും ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള ബിഹേവിയർ നല്ലതാണ്. നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങൾ നിങ്ങൾ ജസ്റ്റ് കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയേക്കണേ. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.